നമസ്കാരം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ സഹായം നിഷേധിച്ച കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര ഗവൺമെന്റ് ഒരു പകപോക്കൽ നിലപാടാണ് കേരളത്തോട് കാണിക്കുന്നതെന്ന് അദ്ദേഹം വിമർശിക്കുന്നു. കേന്ദ്രം കേരളത്തെ അവഗണിച്ചെന്നും പിണറായി ചൂണ്ടിക്കാട്ടി. ദുരന്തത്തിൽ കേന്ദ്രം സഹായം നിഷേധിച്ചു. ഒരു സംസ്ഥാനത്തോടും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണിത്. കേരളവും രാജ്യത്തിന്റെ ഭാഗമാണ്. നീതി നിഷേധിക്കാൻ പാടില്ല എന്നും മുഖ്യമന്ത്രി കാസർഗോഡ് വെച്ച് പറഞ്ഞു. കേന്ദ്രത്തിനെതിരെ നമ്മുടെ നാട്ടിൽ കടുത്ത പ്രതിഷേധം ഉയർന്നു വരണം. കോൺഗ്രസ് സാമ്രാജ്യത്വത്തിന് വിധേയപ്പെടുന്നുവെന്നും നരേന്ദ്രമോദി പറയുന്ന അതേ കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി പറയുന്നതെന്നും മുഖ്യമന്ത്രി പറയുന്നു. വയനാട് ദുരന്തം വിവാദ വിഷയമാക്കി സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമം ഖേദകരമാണെന്ന് മുഖ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വിശദമായ പഠന റിപ്പോർട്ട് നൽകാൻ കേരളം വൈകിയത് കൊണ്ടാണ് പ്രത്യേക സാമ്പത്തിക സഹായ പാക്കേജ് പ്രഖ്യാപിക്കുന്നത് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന തീർത്തും വസ്തുതാ വിരുദ്ധമാണെന്നും അതിൽ കേരളത്തിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ദുരന്തമുണ്ടായി മാസങ്ങൾ പിന്നിട്ടിട്ടും കേരളത്തിന് സഹായം അനുവദിക്കാത്ത കേന്ദ്ര നടപടി മനുഷ്യത്വരഹിതമാണ്. കേരളത്തോട് ഇത്തരം ക്രൂരമായ അവഗണന കാട്ടിയിട്ടും കുത്തക മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നില്ല. പകരം ഇടതുപക്ഷത്തെയും സർക്കാരിനെയും തകർക്കാനുള്ള കുപ്രചാരണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. കേരളത്തിലെ പുരോഗമന മനസ്സ് തകർക്കാനും ശ്രമിക്കുന്നു. കോർപ്പറേറ്റ് മാധ്യമ ശൃംഖല ആസൂത്രിതമായാണ് ഇത്തരം വാർത്തകൾ കെട്ടിച്ചമയ്ക്കുന്നത്. കേരളത്തിന് അർഹമായ ഫണ്ടുകളെല്ലാം കേന്ദ്രം വെട്ടിക്കുറയ്ക്കുകയാണ്. അതേസമയം വയനാട്ടിലെ അടക്കം ദുരന്ത ബാധിതരെ എയർലിഫ്റ്റ് ചെയ്തതിന് 132 കോടി 62 ലക്ഷം രൂപ ആവശ്യപ്പെടുന്ന കാര്യം വ്യാജമാണെന്ന് കേന്ദ്ര നടപടിയിൽ പ്രതികരണവുമായി വന്ന ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നു. ഹെലികോപ്റ്റർ ഇറക്കിയതിന് പൈസ ചോദിച്ചത് വ്യാജ കഥയാണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. കാലാകാലങ്ങളായി നടക്കുന്ന പ്രവണതയാണിത്. തെറ്റായ പ്രചരണമാണ്. പത്രവാർത്തകൾ വസ്തുതാവിരുദ്ധമാക്കുകയാണെന്നാണ് സുരേന്ദ്രന്റെ പക്ഷം. സഹായത്തിനയച്ച ഹെലികോപ്റ്റർ ബിൽ അടയ്ക്കണമെന്നാണ് ഇപ്പോൾ കേന്ദ്രം ആവശ്യപ്പെടുന്നത്. ദുരന്തബാധിത പ്രദേശം സന്ദർശിക്കാനെത്തിയ പ്രധാനമന്ത്രി മോദി വന്ന വിമാനക്കൂലി ചോദിക്കാത്തത് ഭാഗ്യം.